ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ജാമിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. കണ്ട ജാം കണ്ട. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. നമുക്ക് വീട്ടിൽ ഉള്ള സാധനം കൊണ്ട് ഒരു പെട്ടെന്നൊരു ജാം ഉണ്ടാക്കാം. ഒരു ഇച്ചിരി ബ്രെഡ് ഇരിപ്പുണ്ട്, അപ്പോൾ മോളൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബീട്രൂട്ടും ഒരു ഇച്ചിരി മുന്തിരിങ്ങ ഇരിപ്പുണ്ട്. ഇതുകൊണ്ടൊരു ചെറിയൊരു ജാം ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ. അപ്പം ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മുന്തിരിങ്ങയും കഴുകി വെച്ചിരിക്കുവാണ്. ഇത് നമുക്ക് ഒരു കുക്കറിലിട്ട് 2 വിസിലടുപ്പിക്കും. ഇത് കുക്കറിലേക്കിട്ട് 2 വിസിലടുപ്പിച്ച് വേവിച്ച് ജ്യൂസ് അടിച്ചുകൊണ്ട് വരാം. അപ്പം നമുക്ക് ബീട്രൂട്ട് ജാം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത് ഒരു കഷ്ണം പട്ടയാണ്, 1-2 കഷ്ണം പട്ട വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണേ. അത് വേവിച്ച് മുന്തിരിങ്ങയും ബീട്രൂട്ടും കൂടെ പ്യൂരി ആക്കിയതാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഇതൊരു കപ്പൊട്ടായിരുന്നു, അത്രയും ബീട്രൂട്ടും ഇതും ഇതാക്കിയപ്പോഴത്തേക്കും ഇതിലേക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിനനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഞാൻ ഇതിന് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് അടുപ്പിലേക്ക് വെച്ച് ഇതൊന്ന് ചൂടാകട്ടെ. വെച്ച് വരുന്ന ഈ പ്യൂരിയിലേക്ക് ഈ പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് ഇപ്പം പഞ്ചസാര അലിഞ്ഞ് ഒന്ന് ലൂസാകും. ഇപ്പം കണ്ട ഇത് ലൂസായിട്ടുണ്ട്. ഇത് കുറച്ച് നേരം തിളച്ച് ആ പഞ്ചസാരയും ഇതും ജോയിൻ്റായി ഒരു ജാം കൺസിസ്റ്റൻസിയിലേക്ക് വരണം. ഇതിപ്പോൾ ലൂസാണ്. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് തിളക്കട്ടെ. ഇങ്ങനെ ഈ സൈഡിലുള്ള പത കണക്ക് വരുന്ന ഇങ്ങനെ അടിഞ്ഞൊടിക്കുന്നെടുത്ത് മാറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ഗ്രാമ്പൂ മാറ്റിയേക്കും, ഒരുമാതിരി അതിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഗ്രാമ്പൂ അല്ല, പട്ട. ജാതിക്ക ഇടുന്നവരുണ്ട്. ഞാനിപ്പോൾ ജാതിക്ക ഒന്നും ഇടുന്നൊന്നുമില്ല. മോക്ക് ഒരു ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ. മോക്ക് വൈകിട്ട് ബ്രെഡും ജാമും കൊടുക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി എന്താണോ പച്ചക്കറിയോ ക്യാരറ്റോ ബനാനയോ നല്ല പൈനാപ്പിളോ എന്തെങ്കിലും ഒത്തിരി ദിവസം വെച്ചേക്കാനായിട്ടൊന്നും ഉണ്ടാക്കുവാണെങ്കിൽ അത് അതിൻ്റേതായ ഇതിലൊന്നാക്കണം. ഇത് കുറച്ചേ ക്വാണ്ടിറ്റി ഉള്ളൂ. അതിപ്പോൾ നമുക്ക് സ്കൂളിൽ വിട്ടിട്ട് പിള്ളേർ വരുമ്പോഴത്തേക്ക് ഒന്നും കൊടുക്കാനില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാം. പിള്ളേർക്ക് ഹെൽത്തിയുമാണ്. ബീട്രൂട്ട് കഴിക്കാത്ത മക്കളും കഴിക്കും. ഇത് മുന്തിരി ഞാൻ ഉള്ളത് കൊണ്ട് എടുത്തതാണ്, അല്ലെങ്കിൽ ബീട്രൂട്ട് മാത്രമായാലും മതി. ഒരു നുള്ളു നാരങ്ങ നീരങ്ങി ഒരു പിടിച്ച് കൊടുക്കും. ജാം ഏകദേശം 5-10 മിനിറ്റിനുള്ളിൽ തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബ്രെഡിൽ തേക്കുന്ന പരുവുണ്ടല്ലോ. ഇത് നോക്കിക്കോ, ഒരു കളറും ചേർക്കാഞ്ഞിട്ട് തന്നെ ഈ ജാമിന് എത്രത്തോളം നിറമുണ്ടെന്ന് കണ്ടോ. ഇത് നമ്മൾ കുട്ടികളുടെ ആരോഗ്യം നോക്കുവാണെങ്കിൽ നമ്മുടെ ഇതൊന്നും കഷ്ടപ്പാടേ അല്ല. കുറച്ച് നേരം ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി. അതിനൊരു ഇതുണ്ടായത് കണ്ടത് വിട്ട് വരുന്ന പരുവാണ് ജാമിൻ്റെ കളർ. ഇതിങ്ങനെ തള്ളി കൊടുക്കുമ്പോൾ അത് അങ്ങോട്ട് പോകുന്നു നോക്കി. ഒരുപാട് ഞാനിപ്പോൾ ഭയങ്കര ടൈറ്റാണ്. ഇത് കണ്ടോ, വിട്ട് വീഴുന്ന ആ പരുവാകുമ്പോഴത്തേക്ക് ഇറക്കുക. ഇച്ചിരി നേരം ഇരുന്ന് താറുമ്പോൾ ഇതൊരു ബോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ ഫുള്ള് നമുക്ക് മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞാൽ ആ ബോട്ടിൽ ഇരുന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും അടച്ചു വെച്ചാൽ മതി. അപ്പം ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേ കണക്കുള്ള റെസിപ്പി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നാച്ചുറലാണ്, തികച്ചും നാച്ചുറലായിട്ടുള്ളതാണ്. ഇതിപ്പം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണേൽ ചേർക്കാം, ബ്രൗൺ ഷുഗർ ചേർക്കാം, കൽക്കണ്ടം ചേർക്കാം. അതൊക്കെ നമ്മുടെ ഓപ്ഷനും നമ്മളുടെ കുട്ടിക്ക് കൊടുക്കുന്ന ഇത് എന്താണോ അത് ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം.